അവിടെന്ന് പറയുന്നു യാ റസൂലല്ലാഹ് ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ അവന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞതാലുബിയേ അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് ശൈത്താൻ പോലും പേടിയാ ഉമർ നടക്കുന്ന വഴിയിലൂടെ ശൈത്താൻ പോലും വരാ പേടിയാ ആ ഉമർ ഒരു ചെറുപ്പക്കാരന്റെ കരച്ചൽ കണ്ടിട്ട് കരയുകയോ അവൻ ആരാണെന്ന് അറിയണമല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിളിച്ചുകൊണ്ട് വാ ഉമർ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരികയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നു അവിടുന്ന് ലോകത്തിന്റെ നേതാവ് ചോദിച്ചു ചെറുപ്പക്കാരാ കരയാൻ തുടങ്ങിയിട്ട് നാളുകളായല്ലോ എന്തിനാ മോനെ കരയുന്നത് എന്ത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു യാ റസൂലല്ലാഹ് എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്തുകൾ വെച്ച് കഫൻ പൊതിഞ്ഞ പള്ളികൾ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു 6 അടി മണ്ണിനകത്ത് മയ്യത്തിറക്കി വെച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ കബറിനകത്ത് 3 പിടി മണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാ നബിയേ ആ മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല പിന്നെ എന്തിനെന്നറിയുമോ എല്ലാവരും പിരിഞ്ഞു പോയി കഴിയുമ്പോ ആ കബറിന്റെ മുകളിൽ അടയാളം വെക്കുകയാണ് കബറ് തിരിച്ചറിയാനുള്ള അടയാളം വെച്ചിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയോ പാതിരാത്രി ജനങ്ങൾ മുഴുവനും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധമെടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പാതിരാത്രി കിടന്നു വന്നിട്ട് പച്ചമണ്ണ് വെട്ടി മാറ്റുകയോ പലകകളെടുത്ത് മാറ്റുകയോ എന്നിട്ട് ആ കബറിനകത്ത് ഇറങ്ങിയിട്ട് ആ മനുഷ്യന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ അത് ഞാൻ അടിച്ചെടുക്കും നബിയേ കഫൻ തുണി മോട്ടിക്കുന്ന കള്ളരാ നബിയേ കബറിനകത്ത് മണ്ണിട്ട് മൂടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴുകി ശുദ്ധിയാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകരോട് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു കരയണ്ട അല്ലാഹു നിനക്ക് പുറത്തു തരും ചെറുപ്പക്കാരാ അല്ലാഹു നിനക്ക് പുറത്തു തരും ചെറുപ്പക്കാരാ പക്ഷേ കരച്ചിൽ തീരുന്നില്ല പിന്നെയും കടന്നു കരയുകയാണ് തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് കരയുകയാ റസൂലുള്ളാഹി ചോദിച്ചു എന്തിനാ കരയുന്നത് നബിയേ എന്നെ പോലെ ഒരു പാപം ചെയ്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല അത്രയ്ക്ക് വലിയ കൊടുംപാവിയാ അത്രയ്ക്ക് വലിയ കൊടുംപാവിയാ അല്ലാഹു എനിക്ക് പുറത്തു തരൂല നബിയേ റസൂലുള്ളാഹി ചോദിച്ചു എന്താ മോനെ ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്താ അല്ലാഹുവിന്റെ റസൂലിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു യാ റസൂലല്ലാഹ് എന്റെ നാട്ടില് കാണാൻ അഴകുള്ള ഒരു ചെറുപ്പക്കാരിയായ ഒരു സുന്ദരിയായ പെണ്ണ് മരിച്ചു നബിയേ അവളുടെ മയ്യത്തും കൊണ്ടുപോയി കബറടക്കി ആ പെണ്ണിന്റെ ജനാസയും കൊണ്ട് കബറടക്കി അടയാളം വെച്ചിട്ട് പിരിഞ്ഞു പോയി പാതിരാത്രി ഞാൻ ആ പെണ്ണിന്റെ കബറിന്റെ ചാരത്ത് ചെന്നിട്ടു പച്ചമണ്ണുകളെ വെട്ടിമാറ്റി അകത്തിറങ്ങിയിട്ടു ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണികൾ അടിച്ചെടുത്തു അല്ലാഹുവേ മണ്ണിട്ട് മൂടിയിട്ട് മീസാങ്കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് കുറച്ചൊന്ന് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ ഖബറിനകത്തൊരു നൂൽബന്ധം പോലുമില്ലാതെ ഒരു ദിവസം പോലുമില്ലാതെ ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ അവളോട് എനിക്ക് വികാരം തോന്നി നബിയേ അവളോട് എനിക്ക് മോഹം തോന്നി നബിയേ രണ്ടാമതും ഖബറിന്റെ ചാരത്തേക്ക് ഓടി ചെന്നിട്ട് പലകയെടുത്ത് മാറ്റി മണ്ണ് വെട്ട് മാറ്റിയിട്ട് ആ
കബറിനകത്തിറങ്ങിയിട്ട് അതിനകത്ത് കിടന്ന പെണ്ണിന്റെ മയ്യത്തില് ഞാൻ കബറിനകത്തിട്ട് വ്യഭിചരിച്ച് നബിയേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ബോധം കെട്ട് വീണുപോയി. റസൂലുള്ളാഹിന്റെ കൈകാല് തളർന്നു പോയി. പ്രവാചകന്റെ കൈകാലുകൾ ഇരുന്ന് വിറയ്ക്കുകയാ. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ താടിരോമത്തിലൂടെ ഒലിച്ചിറങ്ങുകയാണ്. കാരണം കബറിനകത്ത് കിടന്ന് വ്യഭിചരിച്ചവരാ, മയ്യത്തിനെ പോലും വെറുതെ വിടാത്തവരാ. അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഹല്ലി മിനത് തൗബ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ചെറുപ്പക്കാരാ കരയടാ. അതിരാത്രി എഴുന്നേറ്റിട്ട് റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരമോര്, അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് പറഞ്ഞു വിടുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബോധം വന്നപ്പോ ചോദിച്ചു, യാ റസൂലല്ലാഹ് എത്ര വലിയ പാപമാണ് നബിയേ, ഇതിനേക്കാളും വലിയ പാപമില്ലല്ലോ. മയ്യത്തിനെ പോലും വെറുതെ വിടാത്തവനാണല്ലോ, ഖബറിനകത്ത് കിടന്ന് വ്യഭിചരിച്ചവനാണല്ലോ. അല്ലാഹു പുറത്തു കൊടുക്കുമോ? പുറത്തു കൊടുക്കുമറ്, അല്ലാഹു പുറത്തു കൊടുക്കുമറ്. പക്ഷേ ചിലർക്ക് പുറത്തു കൊടുക്കൂല. അവൻ ആരെന്നറിയുമോ? പടച്ചവനെ മറ്റുള്ളവന്റെ പച്ചയിറച്ചതിന് ഒരു പാവപ്പെട്ടവനെ നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും നാണം കെടുത്തിയിട്ട് നീ കഅബയിൽ പോയിട്ട് കാര്യമില്ല, കോടികൾ സദഖ കൊടുത്തിട്ട് കാര്യമില്ല, അല്ലാഹുവേ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു വെച്ചിട്ട് കാര്യമില്ല, പള്ളിക്കിടക്ക് രാവും പകലും കിടന്ന് സുജൂദ് ചെയ്തിട്ട് കാര്യമില്ല. ആരെ കുറിച്ചാണോ പറഞ്ഞത്? അവന്റെ കാല് പിടിച്ച് പൊരുത്തമാകാതെ നിനക്ക് സ്വർഗ്ഗം കിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ കുറിച്ച് പറഞ്ഞു? അവന്റെ അടുക്കപ്പോ കള്ളു കുടിച്ചാൽ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടവൻ കാര്യം അള്ളാഹു കരുണയുള്ളവനാ പുറത്തരും. വ്യഭിചരിച്ചു, മറ്റുള്ള തെറ്റുകൾ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അള്ളാഹു കരുണയുള്ളവനാ പുറത്തു തരും. പക്ഷേ ഞാൻ ഇമാമും തമ്മിലുള്ള ബന്ധം ഞങ്ങൾ തമ്മിൽ തീർക്കണം. ഞങ്ങൾ തമ്മിൽ